ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് ഉയരുന്നു. മരണനിരക്ക് 1.49%. കേരളത്തിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 84,713 ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത് എറണാകുളം ജില്ലയിൽ. ബീഹാറിൽ മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം ഊർജ്ജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. പരസ്യപ്രചരണം നാളെ അവസാനിക്കും. മലബാർ നാവികാഭ്യാസത്തിന്റെ 24ാം പതിപ്പ് വിശാഖപട്ടണത്ത് പുരോഗമിക്കുന്നു. ഐപിഎല്ലിൽ ആദ്യ പ്ലേ ഓഫിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. വനിതാ ട്വന്റി ചലഞ്ച് ഇന്നു മുതൽ. വാർത്തകൾ വിശദമായി. കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ശ്രദ്ധേയ നേട്ടം. രാജ്യത്ത് ഇതുവരെ 76 ലക്ഷത്തിലധികം കോവിഡ് രോഗികൾ സുഖം പ്രാപിച്ചതോടെ രോഗമുക്തി നിരക്ക് 92.9%-ലെത്തി. മരണനിരക്കിലും കുറവ് രേഖപ്പെടുത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വിശദവിവരങ്ങളുമായി ജോസ്ന. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 53,000 രോഗികളാണ് കോവിഡ് മുക്തരായത്. ആകെ രോഗമുക്തരുടെ എണ്ണം 76,56,000 കടന്നു. നിലവിൽ ചികിത്സയിലുള്ളവരേക്കാൾ 14 ഇരട്ടിയിലധികം പേരാണ് രോഗമുക്തി നേടിയത്. ഇന്നലെ 46,000 പുതിയ കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചത്. ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 5,33,787 ആയി. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരിൽ 6.5%. മരണനിരക്ക് 1.49% കുറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 514 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. രോഗബാധിതരിൽ 75%-വും 10 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ്. രാജ്യത്ത് രോഗവ്യാപന നിരക്കും മരണനിരക്കും ക്രമാനുഗതമായി കുറയുന്ന പ്രവണതയാണ് കുറച്ചു ദിവസങ്ങളായി കണ്ടുവരുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് പരിശോധനയിലും രാജ്യത്ത് മികച്ച മുന്നേറ്റം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 12 ലക്ഷത്തിലേറെ സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതോടെ ആകെ പരിശോധന 11,30,00,000-ലെത്തി. പ്രതിദിനം 15 ലക്ഷം പരിശോധനയെന്ന ലക്ഷ്യത്തോട് ഇന്ത്യ അടുക്കുകയാണ്. കോവിഡ് സാമ്പിളുകൾ പരിശോധിക്കുന്നതിനായി രാജ്യത്തുടനീളം 2045 ലാബുകളാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 84,713 കുറഞ്ഞു. ഇന്നലെ 6,862 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും 8,802 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 3,64,000 കവിഞ്ഞു. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത്. തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും കോവിഡ് വ്യാപനം തുടരുകയാണ്. കേരളത്തിൽ ഇതുവരെ 1,559 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത്. 427 പേരാണ് തിരുവനന്തപുരത്ത് കോവിഡ് മൂലം മരിച്ചത്. കോവിഡ് രോഗികളുടെ എണ്ണം തുടർച്ചയായി കുറയുന്നതായി തമിഴ്നാട് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 2,435 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ 19,201 പേരാണ് തമിഴ്നാട്ടിൽ കോവിഡ് ചികിത്സയിലുള്ളത്. ഇതുവരെ 7 ലക്ഷത്തിലധികം പേരാണ് രോഗമുക്തരായത്. കോവിഡ് സ്ഥിരീകരണ നിരക്ക് 3.5% കുറഞ്ഞതായും ഇവിടെ നടത്തുന്ന പരിശോധനകളിൽ 80%-വും സർക്കാർ ലാബുകളിൽ സൌജന്യമായാണ് നടത്തുന്നതെന്നും തമിഴ്നാട് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4,78,00,000 കവിഞ്ഞു. ഇതിൽ 3,43,00,000-ലധികം പേർ രോഗമുക്തി നേടി. 12,20,000 പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. 1,22,00,000-ഓളം പേരാണ് ലോകത്താകമാനം ചികിത്സയിൽ കഴിയുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നാളെ ആഗോള നിക്ഷേപ സമ്മേളനം സംഘടിപ്പിക്കും. കേന്ദ്ര ധനമന്ത്രാലയം, ദേശീയ നിക്ഷേപ അടിസ്ഥാന സൌകര്യ നിധി എന്നിവ സംയുക്തമായാണ് വെർച്വൽ സംവിധാനത്തിൽ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. $6 ട്രില്യൺ ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ 20ഓളം സാമ്പത്തിക വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ചർച്ചയിൽ സംബന്ധിക്കും. രാജ്യത്തെ അന്താരാഷ്ട്ര നിക്ഷേപം വളർത്താൻ സമ്മേളനം അവസരമൊരുക്കുമെന്നാണ് കരുതുന്നത്. യുഎസ്, യൂറോപ്പ്, കാനഡ, കൊറിയ, ജപ്പാൻ, മധ്യേഷ്യ, ഓസ്ട്രിയ, സിംഗപ്പൂർ എന്നീ പ്രധാന മേഖലകളെ പ്രതിനിധാനം ചെയ്തുള്ള ആഗോള നിക്ഷേപകരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. മലബാർ നാവികാഭ്യാസത്തിന്റെ 24ാം പതിപ്പിന്റെ ആദ്യഘട്ടം ഇന്നലെ വിശാഖപട്ടണത്ത് ആരംഭിച്ചു. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ നാവികസേനകൾ പങ്കെടുക്കുന്നുണ്ട്. കോവിഡ് കണക്കിലെടുത്ത് കടലിൽ പരസ്പര സമ്പർക്കമില്ലാതെയാണ് അഭ്യാസം നടത്തുന്നത്. 2 ഘട്ടങ്ങളിലായി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന മലബാർ അഭ്യാസത്തിന്റെ 1ാം ഘട്ടം സങ്കീർണവും നൂതനവുമായ നാവികാഭ്യാസത്തിന് സാക്ഷ്യം വഹിക്കും. ഉപരിതല അന്തർവാഹിനി പ്രവർത്തനങ്ങൾ, ക്രോസ് ഡെക്ക് ഫ്ളൈയിംഗ്, വെടിക്കോപ്പുകളുടെ ഉപയോഗം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അതേസമയം ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയുടെ നാഴികക്കല്ലാണ് മലബാർ അഭ്യാസത്തിലെ പങ്കാളിത്തം എന്ന് ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി ലിൻഡ റെയ്നോൾഡ്സ് പറഞ്ഞു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. ബീഹാർ നിയമസഭയിലേക്കുള്ള മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട തിരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. കിഷൻഗഞ്ച്, കത്തിഹാർ, മധേപുര, സുപോൾ എന്നിവയുൾപ്പെടെ 15 ജില്ലകളിലായി 78 നിയോജകമണ്ഡലങ്ങൾ ഈ മാസം 7-ന് പോളിംഗ് ബൂത്തിലെത്തും. വാൽമീകി നഗർ പാർലമെന്റ് സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇതിനോടൊപ്പം നടക്കും. ബിജെപി, ആർജെഡി, കോൺഗ്രസ് എന്നീ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. ആർഎൽഎസ്പി, ഹിന്ദുസ്ഥാനി അവാം മോർച്ച എന്നിവയുടെയും ഇടതു പാർട്ടികളുടെയും നേതാക്കൾ തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. മധ്യപ്രദേശിൽ ഇന്നലെ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഉയർന്ന പോളിംഗ് നിരക്ക് വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നതായി ബിജെപിയിലെയും കോൺഗ്രസിലെയും മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടു. 70% വോട്ടിംഗാണ് രേഖപ്പെടുത്തിയത്. 28 നിയമസഭാ സീറ്റുകളിലേക്കാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവിയുടെ സംവരണം നിശ്ചയിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. ആകെയുള്ള 941 ഗ്രാമപഞ്ചായത്തുകളിലെ അധ്യക്ഷ സ്ഥാനങ്ങളിൽ 417 എണ്ണം വനിതകൾക്കാണ്. 46 എണ്ണം പട്ടികജാതി വിഭാഗങ്ങൾക്കും 46 എണ്ണം പട്ടികജാതി സ്ത്രീകൾക്കും 8 എണ്ണം പട്ടികവർഗ വിഭാഗത്തിനും 8 എണ്ണം പട്ടികവർഗ സ്ത്രീകൾക്കുമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായി ഡിസംബർ ആദ്യവാരം നടത്താനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നത്. അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. കോവിഡിന്റെ സാഹചര്യത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ അത്ര സജീവമായിരുന്നില്ലെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡനും തമ്മിൽ കടുത്ത മത്സരമാണുള്ളത്. നിലവിൽ 10 കോടി വോട്ടർമാർ തപാൽ വോട്ടുകൾ രേഖപ്പെടുത്തി. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇത്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ പി ബിജു അന്തരിച്ചു. ഇന്ന് രാവിലെ 8ഓടെ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. കോവിഡ് ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സിപിഐഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ്. എസ്എഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷററുമായിരുന്നു. ഊർജ്ജസ്വലതയും ആത്മാർപ്പണവും കൊണ്ട് ജനങ്ങൾക്ക് പ്രിയങ്കരനായ പൊതുപ്രവർത്തകനായിരുന്നു പി ബിജുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഉത്തർപ്രദേശിലെ കുശിനഗറിൽ സ്വകാര്യ പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 3 പേർ മരിച്ചതായി റിപ്പോർട്ട്. 5ഓളം പേർക്ക് പരിക്കുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി പോലീസ് അറിയിച്ചു. ഐപിഎല്ലിൽ നാളെ നടക്കുന്ന ആദ്യ പ്ലേ ഓഫിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. ദുബായിലാണ് മത്സരം. ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ 10 വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. 150 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ സൺറൈസേഴ്സ് ഡേവിഡ് വാർണർ, വൃദ്ധിമാൻ സ്വാഹ കൂട്ടുകെട്ടിൽ 17.1 ഓവറിലാണ് ലക്ഷ്യം നേടിയത്. ഇന്ന് ആരംഭിക്കുന്ന വനിതാ ട്വന്റി-20യുടെ ഉദ്ഘാടന മത്സരത്തിൽ സൂപ്പർ നോവാസ് വെലോസിറ്റിയെ നേരിടും. ഹർമൻപ്രീത് കൌർ സൂപ്പർ നോവാസിനെയും മിഥാലി രാജ് വെലോസിറ്റിയെയും നയിക്കും. രാത്രി 7:30ക്കാണ് മത്സരം. കഴിഞ്ഞ 2 സീസണുകളിലെ ചാമ്പ്യന്മാരായ സൂപ്പർ നോവാസ് ഹാട്രിക് വിജയത്തിനായാണ് ഇത്തവണ പൊരുതുന്നത്. യുഎഇയിലാണ് മത്സരം. ഉത്തർപ്രദേശിൽ സവാളയ്ക്ക് സംഭരണ പരിധി നിശ്ചയിച്ചു. വില നിയന്ത്രണവും ലഭ്യതയും ഉറപ്പാക്കാനാണ് സർക്കാർ നീക്കം. പൂഴ്ത്തിവയ്ക്കലിനെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു. സർക്കാർ നിർദ്ദേശമനുസരിച്ച് ചില്ലറ വ്യാപാരികൾക്ക് 2 മെട്രിക് ടണ്ണും മൊത്ത വ്യാപാരികൾക്ക് പരമാവധി 25 മെട്രിക് ടൺ സവാളയുമാണ് സംഭരിക്കാൻ കഴിയുക. ഒഡീഷയിൽ ദീപാവലിയോടനുബന്ധിച്ചുള്ള പടക്കം പൊട്ടിക്കലും വിൽപ്പനയും നിരോധിച്ച് ഉത്തരവായി. ഈ മാസം 10 മുതൽ 30 വരെയാണ് നിരോധനം. തണുപ്പുകാലത്തിന്റെ വരവും കോവിഡ് വ്യാപനവും കണക്കിലെടുത്താണ് തീരുമാനം. ശൈത്യകാലത്ത് കോവിഡ് വ്യാപനം വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പ് ഒഡീഷ സർക്കാർ പരിഗണിക്കുകയായിരുന്നു. ഓഹരി വിപണിയിൽ മികച്ച നേട്ടത്തോടെ തുടക്കം. സെൻസെക്സ് 273 പോയിന്റ് ഉയർന്ന് 40,534-ലും നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 11,886-ലുമാണ് വ്യാപാരം നടക്കുന്നത്. സ്വർണ്ണവില പവന് 280 രൂപ വർദ്ധിച്ച് 38,080 രൂപയായി. 4,760 രൂപയാണ് ഗ്രാമിന്റെ വില. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് ഉയർന്നു. മരണനിരക്ക് 1.49%. കേരളത്തിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 84,713 ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത് എറണാകുളം ജില്ലയിൽ. ബീഹാറിൽ 3ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. പരസ്യപ്രചരണം നാളെ അവസാനിക്കും. മലബാർ നാവിക അഭ്യാസത്തിന്റെ 24ാം പതിപ്പ് വിശാഖപട്ടണത്ത് പുരോഗമിക്കുന്നു. ഐപിഎല്ലിൽ ആദ്യ പ്ലേ ഓഫിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. വനിതാ ട്വന്റി-20 ചലഞ്ച് ഇന്നു മുതൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത വൈകിട്ട് 6:30.